ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ തലപ്പത്ത് ആരായിരിക്കണമെന്നത് മുതൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലെ പാർലമെന്ററി സ്ഥാനാർത്ഥികളെ വരെ കണ്ടെത്താനുള്ള തീരുമാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാര്യ സാറ നെതന്യാഹുവിനെ പറ്റി പരക്കെ സംസാരമുള്ളത്. കൂടാതെ പൊതുഫണ്ട് ദുരുപയോഗം, അഴിമതി, കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങളിലും സാറ നെതന്യാഹു മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന സാറയ്ക്കെതിരെ ഇസ്രായേലി സൈക്കോളജിസ്റ്റുകൾ തന്നെ രംഗത്തു വന്നിരിക്കുന്നു. നോ മെന്റൽ ഹെൽത്ത് വിത്തൌട്ട് ഡെമോക്രസി അഥവാ ജനാധിപത്യമില്ലാതെ മാനസികാരോഗ്യമില്ല എന്ന ഗ്രൂപ്പിലെ ഇസ്രായേലി സൈക്കോളജിസ്റ്റുകൾ ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയ അപ്പീലിൽ ഒരു സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാനുള്ള സാറ നെതന്യാഹുവിന്റെ കഴിവ് പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ വിചാരണയിൽ സാക്ഷികളെ അട്ടിമറിച്ചതായി ആരോപിച്ച് നിരവധി ആളുകളാണ് ഇതിനോടകം സാറയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കൂടാതെ സാറയ്ക്കെതിരായുള്ള ആരോപണങ്ങളിൽ കണ്ടെത്തിയ ആക്രമണാത്മകവും അധിക്ഷേപകരവുമായ പെരുമാറ്റവുമെല്ലാം ഒരു സൈക്കോളജിസ്റ്റായി തുടരുന്നതിന് അവർ യോഗ്യരല്ല എന്നുള്ളത് തെളിയിക്കുകയാണെന്ന് നോ മെന്റൽ ഹെൽത്ത് വിത്തൌട്ട് ഡെമോക്രസി എന്ന ഗ്രൂപ്പിലെ ഇസ്രായേലി സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. മനഃശാസ്ത്രം പഠിക്കുന്നതിന് മുൻപ് സാറ ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ ആദ്യ വിവാഹത്തിന്റെ വേർപിരിയലിനു ശേഷം 1991 നെതന്യാഹുവുമായുള്ള അവരുടെ വിവാഹം നടക്കുന്നത്. ദമ്പതികൾക്ക് 2 ആൺമക്കളാണുള്ളത്. തന്റെ ഭർത്താവിന്റെ പല പൊതുപരിപാടികളിലും വിദേശയാത്രകളിലും കൂടെയുള്ള സാറ അതിരുകടന്ന രീതിയിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സ്വാധീനം പുലർത്തുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഇസ്രായേൽ ഗവൺമെന്റിനുള്ളിൽ വലിയ തീരുമാനമെടുക്കാനുള്ള അധികാരം സാറയ്ക്കുണ്ടെന്ന് മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് മുതൽ ഹൗസ് കീപ്പർമാർ വരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നെതന്യാഹു എല്ലായ്പ്പോഴും എവിടെയാണെന്ന് സാറയ്ക്കറിയാം. നെതന്യാഹുവിന്റെ സ്റ്റാഫ് നിയമനങ്ങൾ വരെ അവരാണ് പരിശോധിക്കുന്നത്. സാറയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സർക്കാർ സ്ഥാനം ലഭിക്കില്ല, കാരണം അത്രമാത്രം രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ക്ലീനിംഗ് സ്റ്റാഫിനോട് സാറ മോശമായി സംസാരിക്കുന്നതിന്റെ റെക്കോർഡുകൾ മാധ്യമങ്ങളിലെത്തിയതും സാറയ്ക്ക് വിനയായി. സാറ നെതന്യാഹു തന്നോട് മോശമായി പെരുമാറിയെന്ന് മുൻ ക്ലീനർ പരാതി ഉന്നയിച്ചതോടെ സാറയ്ക്കെതിരെ കേസെടുത്തു. അവരുടെ മാനസികാരോഗ്യം പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നു. 2016 സാറ തുടർച്ചയായി ജോലി തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ച മറ്റൊരു വീട്ടുജോലിക്കാരിക്ക് കോടതി $47,000 നഷ്ടപരിഹാരം അനുവദിച്ചു. 2019 സാറ സംസ്ഥാന ഫണ്ട് ദുരുപയോഗം ചെയ്തതായി സമ്മതിക്കുകയും $15,000 പിഴ നൽകുകയും ചെയ്തു. ഭക്ഷണം പാകം ചെയ്യുന്നതിനായി പുറത്ത് കാറ്ററിംഗിൽ $99,000 ചെലവഴിച്ചുവെന്ന് സാറയ്ക്കെതിരെ മറ്റൊരു ആരോപണവും ഉയർന്നു. ഇതിനും സാറയ്ക്ക് മേൽ പിഴ ചുമത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളടക്കം മോശം പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് സാറ നെതന്യാഹുവിന്റെ പേരിൽ. ഈ സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലർമാർ എന്നീ നിലകളിൽ തങ്ങൾക്ക് ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിസ്സംഗത പാലിക്കാൻ കഴിയില്ല എന്നാണ് സാറയുടെ മനഃശാസ്ത്രജ്ഞയായി പ്രവർത്തിക്കാനുള്ള യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനാധിപത്യമില്ലാതെ മാനസികാരോഗ്യമില്ല എന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇപ്പോൾ അപ്പീൽ നൽകിയിട്ടുള്ളത്.